പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 23 വരെയുള്ള ശ്ലോകങ്ങൾ നാം ഇന്നലെ വരെ ചിന്തിച്ചു. ഇന്ന് നമുക്ക് 24-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഭഗവാന്റെ ഉപദേശങ്ങൾ തുടരുകയാണ്. അച്ഛേദ്യോ അയമദാഹ്യോ അയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യസർവഗതസ്ഥാണു അചലോയം സനാതനഃ. വാക്കുകളുടെ അർത്ഥം നോക്കാം. അയം അച്ഛേദ്യഃ, ഇവൻ അച്ഛേദ്യൻ, ഛേദിക്കാൻ പറ്റാത്തവൻ. അയം അദാഹ്യ, ഇവൻ അദാഹ്യൻ, ദഹിപ്പിക്കാൻ പറ്റാത്തവൻ. അയം അക്ലേദ്യ, ഇവൻ അക്ലേദ്യനാകുന്നു. അയം അശോഷ്യ, ഇവൻ അശോഷ്യനാകുന്നു. ഏവ, തന്നെ. അയം, ഇവൻ. നിത്യ, നിത്യൻ. സർവഗത, സർവഗതൻ. സ്ഥാണു, സ്ഥാണു. അചലം, അചലൻ. സനാതനൻ, സനാതനനും. ഇവൻ അച്ഛേദ്യനും അദാഹ്യനും അക്ലേദ്യനും അശോഷ്യനും തന്നെയാകുന്നു. ഇവൻ നിത്യവും സർവവ്യാപിയും സ്ഥാണുവും അചലനും സനാതനുമാകുന്നു. ആത്മാവിനെ കുറിച്ചുള്ള വിശേഷണം തുടരുകയാണ്. കഴിഞ്ഞ ശ്ലോകം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ അസ്ത്രത്തിന് ഇവനെ മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ല, വെള്ളത്തിന് നനയ്ക്കാനോ വായുവിന് ശോഷിപ്പിക്കുവാനോ അഗ്നിക്ക് വെണ്ണീറാക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നത് ഇവനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ആർക്കെല്ലാം? ആയുധങ്ങൾക്ക് ഛേദിക്കുവാൻ സാധ്യമല്ല, ദഹിപ്പിക്കാൻ സാധ്യമല്ല. തൊട്ടു മുമ്പ് പറഞ്ഞ ശ്ലോകവും ഇതും ഏറെക്കുറെ സമാന സ്വഭാവത്തോടു കൂടിയത് തന്നെയാണ്. ഭഗവാൻ എന്തുകൊണ്ടാണ് നിരന്തരം ഈ വിഷയം തന്നെ പറയുന്നത്? ആത്മാവിനെക്കുറിച്ച്, ദേഹിയെക്കുറിച്ച്, ദേഹത്തിൽ അഭിമാനമുള്ള നമ്മൾ മറന്നുപോകുന്നു. ഞാനെന്നാൽ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കനുസൃതമായ ജീവിതവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കണ്ണിനിഷ്ടമുള്ള കാഴ്ച, നാക്കിനിഷ്ടമുള്ള രുചി, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളാണ് ജീവിത സുഖം നൽകുന്നത് എന്ന ഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആര് എന്ന ചോദ്യം ചോദിക്കാതെ മരിച്ചു പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം സാമാന്യ ജനങ്ങളും. മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുവാനും ജീവിക്കുവാനും അവസരം ലഭിച്ചവരാണ് നമ്മൾ. അതൊരു മഹാഭാഗ്യമാണ്. അനേക ദശലക്ഷം ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാത്തിലും ആത്മാവുണ്ട്, എല്ലാത്തിനും ജീവനുമുണ്ട്. പക്ഷേ അവയ്ക്കെല്ലാം തന്നെ പ്രകൃതി പരിമിതികളെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ പരിമിതികളെ നിശ്ചയിക്കാത്ത അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയാണ് മനുഷ്യന്റെ പ്രത്യേകത. സിംഹത്തിൻ്റെ ശാരീരിക ശക്തിയോ പട്ടിയുടെ കേൾവി ശക്തിയോ പൂച്ചയുടെ കാഴ്ചശക്തിയോ നമുക്കില്ല. എന്നാൽ ഇവയേക്കാൾ എല്ലാം ശ്രേഷ്ഠമായ ജന്മമായിട്ട് മനുഷ്യജന്മത്തെ കണക്കാക്കുന്നത് നമുക്ക് അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയുണ്ട് എന്നതുകൊണ്ടാണ്. ആ മനസ്സും ബുദ്ധിയുമെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ശരീരം എൻ്റേതായതുകൊണ്ടാണ്, ഞാൻ ശരീരത്തിൽ വസിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ ഞാൻ വസിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഞാൻ ആര് എന്ന ചോദ്യം കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ കിടക്കുമ്പോൾ ഈ ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അതിന് നമ്മളോട് ആചാര്യൻ പറയുകയാണ്, തിരിഞ്ഞു നോക്കുക, ഉള്ളിലേക്ക് നോക്കുക. കാരണം നീ കാണുന്നതല്ല നിന്റെ ഈ ശരീരം, നീ കാണുന്നതല്ല നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ, അതിൻ്റെയും സൂക്ഷ്മമായ അവസ്ഥയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കണ്ണ് എന്ന് പറയുന്നത് എന്തിനെയാണ്? പുറത്ത് കാണുന്ന ഈ കണ്ണാണോ ശരിയായ കണ്ണ്? കണ്ണിൻ്റെ ഉള്ളിൽ
കാഴ്ചയുടെ സൂക്ഷ്മഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാഴ്ച ഉണ്ടാകുന്നത്. ചെവി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു കാണുന്ന ഈ വലിപ്പമാണോ ചെവി എന്ന് പറയുന്നത്? അല്ല. കേൾവി ശക്തിക്ക് നിദാനമായ സൂക്ഷ്മതലത്തെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. എല്ലാം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മഭാവത്തെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഒന്നിൻ്റെ സൂക്ഷ്മഭാവത്തെ അറിയുന്നത്. ഒരു വസ്തുവിലെ സൂക്ഷ്മഭാവത്തെ നമ്മൾ ആറ്റം എന്ന വാക്കുകൊണ്ടാണ് ആധുനിക ശാസ്ത്രലോകം വിളിക്കുന്നത്. അപ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ്. അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഘടകമുണ്ടോ എന്ന് ആധുനിക ശാസ്ത്രലോകം നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സൂക്ഷ്മഭാവത്തിൽ എല്ലാത്തിലും ഞാൻ എന്ന അവസ്ഥ ഉണ്ട് എന്നറിയുക. ഇതുപോലെ പഞ്ചേന്ദ്രിയങ്ങളിലും ഭൗതിക സുഖങ്ങളിലും ഒക്കെ വ്യാപരിച്ചിരിക്കുന്ന സാമാന്യ മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ആത്മാവിനെ അറിയുക. ആരാലും നശിപ്പിക്കുവാൻ കഴിയാത്ത സർവവ്യാപിയാണവൻ, ഒരിക്കലും ചലനശേഷിയില്ലാത്തവൻ, അചലനും. നമുക്കുള്ളിൽ കിടക്കുമ്പോൾ ചലനശേഷിയില്ലാതെ എന്ന് വെച്ചാൽ അതിന് സ്ഥിരമായ ഒരവസ്ഥയുണ്ട്. ആ സ്ഥിര അവസ്ഥയിൽ നമുക്കുള്ളിൽ കിടക്കുന്ന നമ്മളിലുള്ള ആത്മാവ് തീർച്ചയായിട്ടും ശരീരത്തെ ഒരു ദിവസം ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഈ അഭിമാനിച്ചിരുന്ന പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ അവിടെ കാണും. മരിച്ചു കഴിഞ്ഞാൽ കണ്ണെവിടെയും പോകുന്നില്ല, മൂക്കും കാതും എവിടെയും പോകുന്നില്ല. എന്നാൽ അതിൻ്റെ എല്ലാം ഉള്ളിൽ സൂക്ഷ്മതലത്തിൽ പ്രവർത്തിച്ച, കണ്ണിന് കാഴ്ചയെ നൽകിയ, ചെവിക്ക് കേൾവി നൽകിയ, മൂക്കിന് മണം നൽകിയ, ത്വക്കിന് സ്പർശനം നൽകിയ, നാക്കിന് രുചി നൽകിയ ആ സൂക്ഷ്മതലം, ആ സൂക്ഷ്മ ആത്മാവ് നമുക്ക് നഷ്ടമായാൽ ഇവയെല്ലാം കർമ്മരഹിതമായി നിലനിൽക്കുന്നു. ഇലക്ട്രിസിറ്റിയാണ് എല്ലാത്തിലും പ്രവർത്തിക്കുന്ന അടിസ്ഥാന തത്വമെങ്കിൽ നമ്മുടെ ബൾബിലും ഫാനിലും ഹീറ്ററിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല ഇലക്ട്രിസിറ്റിയെ. എന്നാൽ ആ ഇലക്ട്രിസിറ്റി ഒരു മാത്ര നിന്ന് പോയാൽ എല്ലാം പ്രവർത്തനശൂന്യമായി മാറുന്നത് പോലെയാണ് ആത്മാവ് നമുക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നറിയുക. ആ ആത്മാവിനെ അറിയുവാനാണ് നിരന്തരം ഭഗവാൻ അർജുനനെ ഉപദേശങ്ങളാൽ ഉയർത്താൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഏതൊരു കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാനാണോ അർജുനൻ പരിശ്രമിക്കുന്നത്, ആ കർമ്മം ചെയ്യുമ്പോൾ നീ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അർജുന. നിന്റെ ഗാന്ധീവത്തിനോ നിന്റെ അസ്ത്രങ്ങൾക്കോ ഭീഷ്മരെയോ ദ്രോണരെയോ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും, നാളെ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ആ ദേഹത്തെയാണ് നീ ഇല്ലാതാക്കുന്നത് എന്നും, ആത്മാവിനെ കൊല്ലുവാനോ ദഹിപ്പിക്കുവാനോ കഴിയില്ല എന്നും നീ മനസ്സിലാക്കുക എന്ന് അർജുനനെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു ഭഗവാൻ. അടുത്ത ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.